പി പി ജെയിംസ്, ഇതിനകത്ത് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ ആക്രമണം? അത് യഥാർത്ഥത്തിൽ ഒരു റെജീം ചേഞ്ച് ആണ് ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അയത്തുള്ള അൽ ഖമനയി കൊല്ലപ്പെട്ടതോടുകൂടി അത് നടക്കും എന്നൊന്നും കരുതാൻ കഴിയില്ലല്ലോ. അടുത്ത നേതൃത്വം വരുന്നു. ഇപ്പോൾ ഈ പുതുതായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ താൽക്കാലിക ഭരണസമിതിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ഇത് ഇറാന്റെ മറ്റൊരു സ്ട്രാറ്റജിയാണോ, അതോ ഗത്യന്തരമില്ലാതെ ചർച്ചയിലേക്ക് കടക്കാമെന്ന് ഇറാൻ നേതൃത്വം തീരുമാനിച്ചതായിരിക്കുമോ? വാട്ട് ഡു യു തിങ്ക്? ഗോപി, ഇത് ഇറാൻ മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ സംവിധാനങ്ങൾ, രണ്ട് യുദ്ധ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും 165 യുദ്ധവിമാനങ്ങൾ ആ രണ്ട് കപ്പലിൽ മാത്രം, പിന്നെ 10 യുദ്ധക്കപ്പലുകൾ, ഇതെല്ലാം വെച്ച് എന്തൊരു യുദ്ധസന്നാഹമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് മാസങ്ങളോളം നീണ്ടു കഴിഞ്ഞാൽ ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, എണ്ണയെ ബാധിക്കുന്നു. ഹോർമൂസ് കടലെടുക്ക് അടച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യമുള്ളത്, അമേരിക്കയ്ക്കും ട്രംപിനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല. ഇറാന് സ്വാഭാവികമായിട്ട് ഇറാന് കിട്ടിയ അടി എന്ന് പറയുന്നത് അവരുടെ പ്രമുഖരായിട്ടുള്ള 48 നേതാക്കളെ അടിച്ചു കളഞ്ഞു. അവരുടെ സൈനിക കേന്ദ്രങ്ങളുടെ മുഴുവൻ 200 യുദ്ധവിമാനങ്ങളൊക്കെ വന്ന് അടിച്ചു തകർക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ വല്ലാത്ത ഒരു അവസ്ഥയിലായി. അതിനിടയിലാണ് അവരുടെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും രാജ്യങ്ങളിലേക്ക് അവർ ആക്രമണം നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്ന് തോന്നിയത് കൊണ്ടാവണം ഇറാൻ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്പൽഷൻ ഉണ്ട്. കാരണം ഇറാൻ കൊണ്ടുവന്ന ആക്രമണവും ഈ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ, UAE ഇവരൊക്കെ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതുപോലെ ആയുധങ്ങൾ എത്രയാണ്, F സീരീസിൽപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം, പാട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങൾ. അപ്പോൾ അവർ ആക്രമിക്കപ്പെടുന്നു. എല്ലായിടത്തും പോയിട്ട് അമേരിക്കയ്ക്ക് ഈ രക്ഷാകവചം ഉണ്ടാക്കാൻ പറ്റില്ല. അമേരിക്കയുടെ ഒരു രക്ഷാകവചം USS ജെറാൾഡ് ഫോർഡ് ഇസ്രായേൽ തീരത്ത് നിന്നിട്ട് രക്ഷാകവചം ഒരുക്കുന്നുണ്ട്. എത്ര നാൾ എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ അടികിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വന്നു എന്ന് മാത്രമല്ല, ഇറാനിൽ കയറി ആക്രമിച്ചപ്പോൾ 153 കുട്ടികൾ, കുരുന്നുകൾ കൊല്ലപ്പെട്ടത് ഒരു ധാർമ്മികമായിട്ട് വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. കാരണം ഒരു യുദ്ധമുഖത്ത് സൈനികർ കൊല്ലപ്പെടുന്നത് പോലെയല്ല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്. അത് തുടക്കത്തിൽ തന്നെ ഇത്രയും ഒരു പ്രൈമറി സ്കൂളിൽ ഇത്രയും കുട്ടികൾ, കാരണം ഒരു യുദ്ധം നടത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ പോയിട്ട് ബോംബാർഡ് ചെയ്ത ഇതൊരു പ്രൈമറി സ്കൂളിലെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷെ ഈ ഏറ്റുമുട്ടലിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഗോപി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയായിരിക്കണം ഈ തരത്തിൽ ചർച്ചകൾ, ഈ സമാധാന ശ്രമങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗോപി പറഞ്ഞ പോലെ യുദ്ധവും സമാധാനവും എന്ത് വിശ്വസിക്കണം? 9 നാവിക കപ്പലുകൾ മുക്കിക്കളഞ്ഞു ഇറാന്റെ, ഇനി ബാക്കിയുള്ളത് മുക്കാൻ പോകുന്നു. ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം ഞങ്ങൾ ആക്ഷനിലാണ്, സമാധാന ചർച്ച വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ നിർത്തിവെക്കാൻ തയ്യാറല്ല. അപ്പം മാക്സിമം ദ്രോഹം ചെയ്യുക എന്നുള്ള തരത്തിൽ തന്നെയാണ്. ഇതിൽ ഒരു പക്ഷേ യുദ്ധം നിർത്തണ്ട എന്ന അഭിപ്രായമുള്ളത് ഇസ്രായേലിനായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണയും തന്നെയായിരുന്നു ഗോപി, ജൂൺ 2025 12 ദിവസത്തെ ഏറ്റുമുട്ടലുണ്ടായി. അതിൻ്റെ അവസാന ഭാഗത്ത് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചപ്പോൾ ട്രംപ് ഇടപെട്ടു. കാരണം ട്രംപിന് മനസ്സിലായി അമേരിക്കയുടെ ഇന്നത്തെ പോലെയല്ല, ഇന്നടിച്ചാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, വലിയ നഷ്ടം സംഭവിക്കില്ല. പക്ഷേ ഫുൾ സൈനികരൊക്കെ ആയിട്ട് നിൽക്കുന്ന കമാൻഡിലേക്ക് മിസൈൽ അടിച്ചപ്പോൾ ട്രംപിന് അപകടം മനസ്സിലായി. ട്രംപ് നിർത്താൻ പറഞ്ഞു. ഇറാൻ നിർത്തി, പക്ഷേ ഇസ്രായേൽ ആദ്യം നിർത്താൻ തയ്യാറായില്ല. അപ്പോഴും അവർ വേവ് ഓഫ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ട്രംപിൻ്റെ ഉഗ്രശാസനത്തിന് മുമ്പിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വഴങ്ങിയത്. ഇപ്പോഴും 100,000 റിസർവ് സൈനികരെ വിളിക്കുകയും വലിയ വ്യോമാക്രമണം ശക്തിപ്പെടുത്തുന്നു പറയുമ്പോൾ ഈ ഇസ്രായേൽ നോക്കുക, ഇന്ന് രാത്രി ഒരുപക്ഷെ ഇറാനിൽ വലിയ ടെറർ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വലിയ രീതിയിൽ ഇസ്രായേലിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. ജെറുസലമിൽ, അവരുടെ തലസ്ഥാനമായിട്ടുള്ള ടെല്ലവീവിൽ, ഹൈഫ നഗരത്തിൽ ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ഉപയോഗിച്ചിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ, ക്ലസ്റ്റർ ബോംബുകൾ പ്രത്യേകത അറിയാലോ ഗോപിയെ. അവിടെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ച് അത് 25-30 ദിശകളിലേക്ക് സ്പ്ലിൻഡർ ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് അയൺ ഡോമുകൾക്ക് തടയാൻ പറ്റുന്നില്ല, അതിൻ്റെ നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനാണ് ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം തീർച്ചയായിട്ടും ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് ഈ കിട്ടിയ അവസരം അമേരിക്കയും കൂടി ഉപയോഗിച്ചുകൊണ്ട്, കാരണം അമേരിക്കയുടെ വലിയ സേനാ സന്നാഹം വന്നിരിക്കുകയാണ്.
അപ്പോൾ ചേട്ടനെ ഉപയോഗിച്ച് അരിയൻ അടിച്ചു തീർക്കുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ഇസ്രായേലിന് ഇത് തീർക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഗോപി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.